യേശു ആരാണ്? यीशु मसीह कौन है? യേശു എന്തിനായി ഈ ഭൂമിയിൽ വന്നത്? यीशु मसीह इस धरती में क्यों आ गया? യേശുവിന്റെ പ്രവൃത്തി എന്താണ്? यीशु मसीह ने क्या काम यहाँ किया? എല്ലാം ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. सारे बात इस पवित्र वचन में लिखा है. ഒന്നാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. हमें पहला आयत हमको ऐसे पढ़ सकता है. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. क्या ही धन्य है वह जो कंगाल की सुधि रखता है. ആരാണ് എളിയവൻ? कौन है कंगाल? നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. हम पवित्र वचन जैसे हम पढ़ता है तभी यीशु मसीह का बारे में हमें कई जगह में देख सकते हैं. നമ്മൾ എത്ര പേര് എളിമപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? हम कितना लोग नम्रता के साथ प्रभु का सन्निधि. എളിമപ്പെടുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. जो व्यक्ति लोग नम्रता के साथ है उसका जीवन में परमेश्वर कार्य करता है. യേശു നമുക്ക് എളിയവനായി ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. यीशु मसीह नम्रता के साथ हमारे लिए स्वर्ग से उतर कर आ गया. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം दूसरा कोरिन्थियों का किताब 8:9 പറയുന്നുണ്ട്. उसका 8वीं अध्याय उसका 9वीं आयत में ऐसे लिखा है. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും हमारा परमेश्वर यीशु मसीह संपन्न होने के बावजूद भी അവന്റെ ദരിദ്രത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് आमीन हम भी संपन्न होने के लिए നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. ओ परमेश्वर क्या करता है? तुम्हारे लिए कंगाल बन गया. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ദരിദ്രനായി തീരുവാനിടയായി തീർന്നു. हमारे लिए परमेश्वर कंगाल बन गया है. അവൻ സമ്പന്നനായിരുന്നു. वो परमेश्वर संपन्न था. സർവ്വത്തിന്റെ ഉടയവനായിരുന്നു. वो परमेश्वर सबका मालिक था. ഈ രാജാതിരാജം മുഴുവൻ സൃഷ്ടിച്ചവനാണ്. वो धरती को बनाने वाला था. അവൻ ഇന്ന് നമ്മുടെ ദരിദ്രനായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. वो परमेश्वर कंगाल बनकर हमारा पास में उतर कर आ അവൻ गया. നമുക്ക് വേണ്ടി അല്ലൊരു ദാരിദ്രനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. वो परमेश्वर हमारे लिए कंगाल हो गया है. നമ്മൾക്ക് എന്ത് കഴിവുണ്ട് അവന്റെ മുമ്പിൽ? आमीन आमीन. उस परमेश्वर का सामने खड़े होने के लिए हमें कोई योग्यता है क्या? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ पवित्र वचन जैसे हम पढ़ता है तब നമ്മൾ അകൃത്യത്തിലും പാപത്തിലും കിടന്നവരായിരുന്നു. हम पाप का कीचड़ में डूबे हुए व्यक्ति थे. അവൻ എളിയവനായി ഇറങ്ങി നമ്മുടെ ഇടയിലേക്ക് വന്നു. वो परमेश्वर कंगाल बनकर हमारा पास में आ गया. നമ്മുടെ പാപത്തെ അവന്റെ മേൽ ചുമന്നു. हमारा पाप को परमेश्वर ने लिया है. അതുകൊണ്ട് അവനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. हम इसलिए उनके लिए हम उस परमेश्वर के लिए ऐसे कह रहे അവൻ നമ്മൾ മുഖത്തമാണ് അവൻ ദരിദ്രനായി തീർന്നത്. हैं. हमारे वजह से परमेश्वर कंगाल हो गया. പണ്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് हमें अनेक लोग ऐसे कह रहे ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന്. हमें पवित्र वचन कह रहे कि परमेश्वर जीवित प्रभु है. നമ്മൾ ഒരു കാലത്ത് ജീവിക്കുന്ന ദൈവത്തെ കണ്ടിട്ടുണ്ടോ? हम जीवित परमेश्वर को कहीं देखा है क्या? ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. हमें कई साल पहले जीवित परमेश्वर को हमने नहीं देखा था. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നത് प्रभु यीशु मसीह इसलिए इस धरती में हमारे लिए आ गया. നമുക്ക് എല്ലാവർക്കും ജീവൻ നൽകുവാനാണ് കടന്നു വന്നത്. हम सबको आनंद जीवन देने के लिए. അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. वो परमेश्वर हमारे लिए कंगाल हो गया. നമ്മൾ സമ്പന്നരായി തീരുവാൻ. हम संपन्न बनने के लिए. ഇന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റത്തില്ലേ? आज हम सबको ऐसे कह सकते हैं ना? നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു? हम इससे पहले इधर आने से पहले हम कैसे व्यक्ति थे? ദൈവം ദരിദ്രനായി തീർന്നതുകൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചെന്ന് അറിയാമോ? परमेश्वर कंगाल होने के वजह से हमें क्या मिल गया है? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. हम भजन संगीता में ऐसे लिखा है क्या ही धन्य है वह जो कंगाल की सुधि रखता है. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. आमीन. विपत्ति के दिन यहोवा उसको बचाएगा. അപ്പോൾ ദൈവം നമുക്ക് എളിയവനായി വന്നതുകൊണ്ട് परमेश्वर हमारे लिए कंगाल बनकर उतर कर आ गया. इसलिए നമ്മുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കുവാനിടയായി തീർന്നു. हमारे सारे विपत्तियों को विपत्ति से परमेश्वर हमें बचाया है. നമ്മൾ പലപ്പോഴും അകൃത്യത്തിൽ വീണു പോകേണ്ടവരായിരുന്നു. हमें कई बार विपत्ति में गिरने वाले व्यक्ति लोग था. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി വിടുവിക്കുവാനായി ഇറങ്ങി വന്നു. परमेश्वर हमें बचाने के लिए स्वर्ग छोड़कर धरती में उतर कर आ गया है. അതിന്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. उसका दूसरा आयत पढ़े. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. यहोवा उसकी रक्षा करके उसको जीवित रखेगा. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം എന്തെല്ലാമാണ് ചെയ്യുന്നത്? हमारे लिए परमेश्वर क्या क्या करता है? നമ്മളെ പലരെയും ഓരോ ദിവസവും കാക്കുന്ന ദൈവമാണ്. हमें हर दिन परमेश्वर हमें संभालता है. അവൻ നമുക്ക് ജീവൻ നൽകുന്ന ദൈവമാണ്. वो परमेश्वर हमें आनंद जीवन देने वाला प्रभु നമ്മൾ है. ദിനവും ജീവനോടെ കാക്കുന്ന ഒരു ദൈവമാണ്. परमेश्वर हमें परिपालन करने वाला प्रभु है. ഞാനിവിടെ വന്ന് നിന്നപ്പോൾ यहाँ में आकर खड़े होने का ഞാൻ समय കുഞ്ഞുങ്ങളെ പുറകിലിരുന്ന് പാടുന്നത് കേട്ടു. जैसे हमारे बच्चे लोग वर्शिप
वर्शिप करता हुए वो मैंने देखा है. ഞാനിങ്ങനെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. मैं ऐसे सोचा था, അവർ ആത്മാവിലാണ് അത് പാടുന്നതെങ്കിൽ आमेन, ये बच्चे लोग यदि पवित्र आत्मा का भरपूरी के साथ आराधना करते हैं तो പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഇവിടെ വ്യാപരിച്ചാണ്. पवित्र आत्मा का एक बहुत बड़ा सामर्थ्य सबका बीच में उतर कर आता है. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായി മാറണം. हम सभी लोग पवित्र आत्मा को पाना है. ഞാനൊക്കെ സഭയിലായിരുന്ന സമയത്ത് मैं मेरे कलीसिया में അനേകർ ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ आमेन, अनेक लोग इकट्ठे होकर जैसे आराधना करते हैं उस समय ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണമെന്ന്. आमेन, मैं भी ऐसे, मेरे मन में भी इच्छा था उस पवित्र आत्मा को मुझे पाना പലരും है. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആരാധിക്കുന്നത് കാണുമ്പോൾ अनेक लोग पवित्र आत्मा का भरपूरी के साथ आराधना करता है वो देखने का समय എനിക്കും അങ്ങനെ ഒന്ന് ആരാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. मेरा मन में भी एक इच्छा आ गया, मुझे भी ऐसे पवित्र आत्मा का भरपूरी के साथ आराधना करना. എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ अनेक लोग ऐसे आराधना करने का समय ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. मैं ऐसे चुपचाप जाकर बैठ रहता. മിണ്ടാതിരുന്ന എങ്ങനെ ആത്മാവിനെ ലഭിക്കും? यदि हम चुपचाप बैठ रहे तो कैसे पवित्र आत्मा को मिलेंगे? ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവത്തിന്റെ സ്തോത്രം, मैं परमेश्वर से पूछा, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. परमेश्वर मुझे पवित्र आत्मा को चाहिए. പരിശുദ്ധാത്മ എനിക്ക് ആവശ്യമാണ്. मुझे मेरा जीवन में पवित्र आत्मा का जरूरत है. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. इस दुनिया में रहने के लिए पवित्र आत्मा चाहिए. ആത്മാവിനെ എന്റെ മേൽ പകരണം. उस पवित्र आत्मा को मुझे चाहिए. അങ്ങനെ ഏഴാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ദിവസം ऐसे उपवास की प्रार्थना का 7वें दिन ഞാൻ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ मैं परमेश्वर को स्तुति करने का समय ഞാൻ പറഞ്ഞതുപോലെ തന്നെ जैसे मेरा मन में इच्छा था वैसे ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. परमेश्वर का पवित्र आत्मा मेरा ऊपर आ गया है. ഈ ആത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ इस पवित्र आत्मा मुझ में आने का समय ഞാൻ നിന്ന് തുള്ളുവാൻ തുടങ്ങി. मैं नाचने शुरू किया है. ഞാൻ ആരാധിക്കുവാൻ തുടങ്ങി. मैं आराधना करने शुरू किया ഒരു है. മണിക്കൂർ ആരാധന മുമ്പോട്ട് പോയി. 1 घंटे आराधना किया है. എല്ലാവരും ആത്മാവിലാകാൻ തുടങ്ങി. सभी लोग पवित्र आत्मा का भरपूरी में എല്ലാവരും आराधना किया. ആത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങി. सभी लोग पवित्र आत्मा का भरपूरी के ഈ साथ ആത്മാവിനെ आराधना എനിക്ക് किया. വേണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? इस पवित्र आत्मा को मुझे चाहिए कर कितना जीवन में इच्छा है. നമ്മൾ ദൈവത്തോട് ചോദിക്കണം. हम परमेश्वर से मांगना है. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരും. परमेश्वर पवित्र आत्मा हमें दूंगा. അവൻ ജീവനുള്ള ദൈവമാണ്. हमारा परमेश्वर जीवित प्रभु है. നമ്മളിത് പ്രാപിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. आज हमें बिना पवित्र आत्मा को पाते हुए हमसे स्वर्ग में नहीं जा सकते. നിങ്ങൾ ഇവിടെ നിന്ന് പാടിയതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. हम बैठकर गाना गाए तो स्वर्ग में नहीं जाएंगे. നിങ്ങൾ ആദിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. हम ताली बजाकर आराधना किए तो हमें स्वर्ग में नहीं जा सकते. കൈയടിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ताली बजाने में स्वर्ग में नहीं जा सकता ഈ है. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. इस पवित्र आत्मा हमारा जीवन में आना ഈ है. ആത്മാവിൽ നമ്മൾ നിറയണം. इस पवित्र आत्मा का भरपूरी में हम आराधना ഈ करना है. ആത്മാവിൽ നമ്മൾ നിറഞ്ഞാരാധിക്കണം. पवित्र आत्मा का भरपूरी के साथ आराधना करना है. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, हमें परमेश्वर ऐसे कहा, ഞാൻ പോകുന്നു, मैं जा रहा हूँ. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. मैं पिता से मांगेंगे पवित्र आत्मा को आपको दूंगा. അപ്പോൾ യേശു പറഞ്ഞതുപോലെ जैसे यीशु मसीह ने कहा, തന്റെ ശിഷ്യന്മാരിലേക്ക് ഈ ആത്മാവ് പകരുവാനിടയായി തീർന്നു. अपने चेले लोगों को परमेश्वर यीशु मसीह अपने पवित्र आत्मा को ഈ दिया. ആത്മാവ് പ്രാപിച്ചവരെല്ലാവരും ये जो लोग इस पवित्र आत्मा को पाया है, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തുടങ്ങി. परमेश्वर को सच्चाई के साथ पवित्रताई के साथ आराधना करने शुरू അവര് किया. കൂടുന്നിടത്തെല്ലാം ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. आमीन. उन लोग इकट्ठा होने का जगह पर पवित्र आत्मा काम करने शुरू किया. നമ്മൾ ഇങ്ങനെ ഇരുന്നാലൊന്നും പോകത്തില്ല. आमीन. यदि हम ऐसे बैठ रहे तो हम स्वर्ग में नहीं जाएंगे. നമ്മൾ ആരെങ്കിലും പരിശുദ്ധാത്മ പ്രാപിക്കാത്തവരിവിടെ ഉണ്ടോ? आज हमें कोई भी पवित्र आत्मा को नहीं पाए तो നിങ്ങൾ കൈ ഉയർത്താൻ പറഞ്ഞാൽ പലരും കൈ ഉയർത്തും. हमें हाथ उड़ाने के लिए कहने तो अनेक लोग हाथ उड़ाएंगे. പക്ഷെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. आमीन. आमीन. आप लोग परमेश्वर से നമുക്ക് पूछना വേണ്ടി है. എളിയവനായി ഇറങ്ങി വന്ന ദൈവം. हमें परमेश्वर से पूछना है. हमारे लिए नम्रता के साथ परमेश्वर उतर कर आ गया. നമുക്ക് ജീവൻ തന്ന ദൈവം. हमें आनंद जीवन दिया हुआ हमारा परमेश्वर. ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. उस पवित्र आत्मा का काम हमारे जीवन में प्रकट होना है. ആത്മാവില്ലാത്തവൻ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യും. हमें यदि पवित्र आत्मा हमारे जीवन में नहीं है तो हम जड़ का अभिलाषाओं के करेंगे. ആത്മാവുള്ളവൻ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യും. यदि हम पवित्र आत्मा हमारे जीवन में है तो हम
परमेश्वर पवित्र आत्मा का काम करेंगे। ആത്മാവിനോട് ചോദിക്കണം ദൈവത്തോട്. हमें परमेश्वर से मांगना है, परमेश्वर मुझे पवित्र ഇന്ന് आत्मा പകൽക്കാലം चाहिए। ദൈവത്തോട് നമുക്ക് ചോദിക്കാം, आज दिन में हम मिलकर परमेश्वर से मांगो, ആത്മാവിനെ എനിക്ക് തരണമേ, हे परमेश्वर मुझे पवित्र आत्मा चाहिए, ദൈവമേ എന്നോട് കരുണ തോന്നണമേ. परमेश्वर मुझसे करुणा दिखा। നാം ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. हम परमेश्वर से मांगते रहना है। ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നാ കിട്ടത്തില്ല, ऐसे एकामाकर ऐसे बैठने में हमें नहीं मिलेंगे, എന്നെ നോക്കിയിരുന്നാ കിട്ടത്തില്ല, मुझे देखकर बैठे तो भी नहीं मिलेंगे, പാസ്റ്റർമാര് പ്രസംഗിച്ചത് കേട്ടതുകൊണ്ട് ലഭിക്കത്തില്ല. प्रजा सुनने में भी नहीं मिलेंगे। ദൈവത്തോട് हम ചോദിച്ചുകൊണ്ടേയിരിക്കണം. क्या करना है? परमेश्वर से मांगना है। ഞങ്ങളൊക്കെ ആരാധിക്കുമ്പോൾ ओ परमेश्वर में आराधना करने का ഞങ്ങൾ समय, 1.5-2 മണിക്കൂർ നിന്ന് ആരാധിക്കും. हमने 1-1.5 घंटे खड़े होकर आराधना करना നിങ്ങൾ है। എന്നോടുകൂടെ ഇന്ന് ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ आज दिन में आप लोग मेरे साथ आराधना करने के लिए तैयार है तो ഞാൻ 1.5 മണിക്കൂർ നിങ്ങളോട് ആരാധിക്കും. मैं 1.5 घंटे आपके साथ में आराधना करूंगा। എന്റെ പ്രായം എനിക്ക് വലുതല്ല, मेरा उम्र मेरे को कोई तकलीफ എന്റെ नहीं। പ്രായത്തെക്കാൾ വലിയൊരു ശക്തി എന്റെ മേലുണ്ട്. मेरा उम्र से बड़ा एक ताकत, एक शक्ति मेरा ऊपर है। ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ पवित्र आत्मा का हमारा जीवन में आने का समय നമ്മൾ അറിയാതെ തന്നെ കൈകൾ അടിക്കാൻ തുടങ്ങും. हमें ताली बजाने शुरू करूंगा। നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. हम आत्मा में आराधना शुरू करेंगे। അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നു, प्रेरितों का काम में ऐसे लिखा है, അവർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ, उन लोग इकट्ठा होने का समय, അവർ ഒരുമിച്ച് കൂടി വന്നിടത്ത് हमें चले लोग इकट्ठा होने का जगह ഒരു അഗ്നിനാവ് പോലൊരു ശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നു. आग के समान एक शक्ति स्वर्ग से उतर कर आ गया। അത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ वो शक्ति उतर कर आने के बाद അവർ വെറുതെ കൂടിയിരുന്നല്ല, उसके बाद उन लोग चुपचाप नहीं बैठा, അവർ ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങി. उन लोग मिलकर आराधना शुरू किया है। ആരാധനയിടയിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നു. उस आराधना के बीच में पवित्र आत्मा का हमें आग स्वर्ग से उतर कर आ गया। ആത്മാവ് അവരുടെ മേൽ വസിക്കുവാൻ തുടങ്ങി. पवित्र आत्मा उन हर एक का जीवन में उतर कर आ അവർ गया। ഇരുന്നിടം കുലുങ്ങുവാൻ തുടങ്ങി. जहां उन लोग इकट्ठा हो गया उस जगह हिलने शुरू हो गया। ജനം ശ്രദ്ധിക്കാൻ തുടങ്ങി. अनेक लोग हमें उन लोगों की ओर ध्यान रखा ആ है। ശ്രദ്ധിച്ച സമയത്ത് അവർക്കൊന്ന് മനസ്സിലായി, हमें उस समय अनेक लोगों को समझ में आ गया, ഇവർ ഞങ്ങളുടെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്. हमें उन लोग हमारा भाषा में आराधना कर പല രാജ്യത്തു നിന്നും വന്ന ജനം अनेक जगह से यहाँ इकट्ठे होने वाला सभी लोग ഇവരുടെ ആരാധന കണ്ടപ്പോൾ उसका आराधना देखते हुए ഇവരിൽ നിന്ന് ചില വ്യത്യസ്തമായ രീതികൾ കാണുവാൻ തുടങ്ങി. हमें कुछ व्यत्यस्त अनुभव उसका जीवन में आराधना में उन लोग को समझ में അവർ आया। ഏതെല്ലാം രാജ്യത്തുനിന്ന് കടന്നു വന്നുവോ उन लोग अनेक लोग हमें विभिन्न राज्य से हमें जगह से हम इकट्ठे किया। ആ ഭാഷയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി. उन लोग अपने आप हमें उनका भाषा में आराधना അപ്പൊ किया। അവിടെ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, वहाँ में एक बात लिख कर रखा है, കൂടി വന്ന ജനം പറയുന്നത് ഇങ്ങനെയാണ്, हमें उन लोग ऐसे कह रहे, അവർ എന്റെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്. उन लोग हमारा भाषा में परमेश्वर को वहाँ में अद्भुत कार्य को प्रचार कर അവർ रहे, എന്നോടാണല്ലോ സംസാരിക്കുന്നത്. उन लोग हमसे बात कर रहे, ഓരോരുത്തരും അങ്ങനെ പറയാൻ തുടങ്ങി. हमें सभी लोग ऐसे कहने शुरू किया। അവിടെ കൂടിയിരുന്ന ജനമെല്ലാം ഒന്നിച്ചുകൂടി. हमें वहाँ बैठने वाला हमें सारे लोग इकट्ठे हो गया। അവിടെ ദൈവദാസന്മാർ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. हमें पत्रोस खड़े होकर प्रचार करने शुरू किया। കൂടി വന്നവരിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് വരുവാൻ തുടങ്ങി. इतने लोग वहाँ आ गया, उन सब का बीच में पवित्र आत्मा उतर कर आ गया है। ഇത് കണ്ട ജനം ഭയപ്പെടുവാൻ തുടങ്ങി. ये बातों को देखते हुए अनेक लोग का मन में एक भय आ गया है, ഇതെങ്ങനെ സംഭവിക്കും, ये कैसे हो गया है, ഇതെങ്ങനെ ഇവിടെ സംഭവിക്കും ये बात हम कैसे हो गया है। എന്ന് ജനം സംസാരിക്കാൻ തുടങ്ങി. वो अनेक लोग वहाँ बात करने शुरू അവരുടെ किया, ഹൃദയം പൊട്ടുവാൻ തുടങ്ങി. उसका हृदय तोड़ने शुरू किया है, അവരുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങി. उसका हृदय से परमेश्वर बात किया है। അവിടെ കൂടി വന്ന ജനമെല്ലാം ദൈവത്തെ അറിയുവാനിടയായി. वहाँ जितने लोग आ गया उन सभी लोग परमेश्वर को जाना है। നമ്മുടെ ഇടയിൽ വന്ന ആരങ്ങനെ ആവും? हमें हमारा बीच में आ गया तो कैसे हो जाएंगे? നമ്മൾ ഇരുന്നിടത്തേന് അങ്ങനെ ഇരിക്കുക. हम ऐसे बैठ रहे क्या? ശരീരം അനങ്ങിയാൽ ചിലപ്പോൾ ഷട്ട് എന്ത് ചെയ്യും? आमीन हालेलुया। നനയും. हमें यदि हम आराधना किए तो हमें पसीना आएंगे, हमारे कपड़ा गीला हो നമ്മുടെ जाएंगे, സാരിയും ബ്ലൗസും ഒക്കെ നനയും. हमारे कपड़ा गीला हो അത് जाएंगे। വേണ്ട, हमें वो नहीं चाहिए, നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാ മതി. हमें ऐसे जाना है, ഇങ്ങനെ പോയാൽ അങ്ങനെ പോകും. हमें ऐसे गए तो वैसे जाएंगे। Praise the അവിടേക്ക് Lord। പോകണമെങ്കിൽ പ്രത്യേകതയുണ്ട്. हमें स्वर्ग में जाने के लिए हमें एक सविशेषता चाहिए। പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും അവിടെ പോകാൻ പറ്റത്തില്ല. यदि पवित्र आत्मा को नहीं पाए तो स्वर्ग राज्य में नहीं जा सकते। ചെറിയവരായാലും വലിയവരായാലും പോകത്തില്ല. हम छोटे हैं
तो भी बड़ा है तो भी पवित्र आत्मा को नहीं पाए तो हम स्वर्ग राज्य में नहीं जाएंगे। ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. मैंने ऐसे सोचा था, നമ്മളെല്ലാവരും ഒരുമിച്ചൊന്ന് കൈയടിച്ചാൽ എന്ത് സൗണ്ട് ആയിരിക്കും? हमें हम मिलकर ताली बजाए तो कितना आवाज इधर आता है। രണ്ടുപേരും ഒരുമനപ്പെട്ട് കൈയടിച്ചാൽ എന്ത് സൗണ്ടാ? हमें दो लोग मिलकर ताली बजाए तो कितना आवाज आए। ഇന്ന് പകൽക്കാലം ആത്മാവിനെ പ്രാപിക്കണം. आज दिन में पवित्र आत्मा को पाना है। അടുത്ത ആഴ്ച ഞാൻ ആത്മാവിന്റെ വചനമായിട്ടാണ് വരാൻ പോകുന്നത്. हमें नेक्स्ट हफ्ते में पवित्र आत्मा के बारे में നമുക്ക് कहेंगे। ആത്മാവിൽ ആരാധിക്കണം. हमें आत्मा में आराधना करना है। ആത്മാവിടെ വെളിപ്പെടണം. हमें पवित्र आत्मा यह हम ഈ उत्तर ദേശം कराना है। അത് കണ്ട് വിടുവിക്കപ്പെടണം. इस देश सो बातों को देखकर उद्धार का मार्ग में आना है। അനേകർ കടന്നു വരണം. अनेक लोग कलीसिया में आना है। അതിനായി നമുക്ക് ഒരുങ്ങണം. അടുത്ത ആഴ്ച हमें उसके लिए मैं तैयार होना है। नेक्स्ट നിങ്ങൾ हफ्ते അടുത്ത ആഴ്ച ഒരുങ്ങി വേണം വരാൻ. हमें नेक्स्ट हफ्ते में हम तैयारी के साथ आना ഞാൻ है। അടുത്ത ആഴ്ച നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ആരാധിക്കാൻ പോവാ. मैं नेक्स्ट हफ्ते आप लोगों के साथ में बैठकर मैं आराधना करूंगा। പരിശുദ്ധാത്മാവിന്റെ വചനം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരും. पवित्र आत्मा का वचन को मैं आपको दूंगा। എങ്ങനെ ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരും. कैसे आराधना करना है कर कर मैं आपको बता എങ്ങനെ दूंगा। ദൈവത്തെ സ്തുതിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരും. कैसे परमेश्वर को स्तुति करना है कर कर मैं आपको बता कर നമ്മൾ എങ്ങനെ दूंगा। ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തരും. हम कैसे समर्पण कर कर देना है कर कर मैं आपको बता कर दूंगा। അങ്ങനെ സമർപ്പണത്തോടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ हमें ऐसे समर्पण के साथ यदि हम आ गए तो അടുത്ത ആഴ്ച എല്ലാ കുറവുകളും ഏറ്റു പറഞ്ഞിട്ട് വരണം. हमें नेक्स्ट हफ्ते हमारा सारे कमी हट्टियों को परमेश्वर से बताते हुए क्षमा मांगते हुए आना है। ഞാൻ നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങളെ പരിശുദ്ധാത്മാ പ്രാപിപ്പിക്കണമെന്ന് मैं എൻ്റെ यहाँ ആഗ്രഹം. से वापस जाना से पहले आप सभी लोग पवित्र आत्मा को पाना है। പൗലോസ് തന്റെ ശിഷ്യന്മാരുടെ കൈവച്ചപ്പോൾ हमें प्रेरित पौलुस चेले लोगों का सिर पर हाथ रखने का അവരുടെ समय മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. उनका जीवन में पवित्र आत्मा उतर कर आ गया। ആത്മാവ് എനിക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. वो पवित्र आत्मा मुझे चाहिए कर कर हमारा मन में एक इच्छा चाहिए। ദൈവദാസന്മാരെല്ലാം കരം വയ്ക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. हमें परमेश्वर का दास लोग सिर पर हाथ रखने का समय आप लोग प्रार्थना ആ करना। ദൈവത്തിന്റെ ദാസന്റെ ആത്മാവ് എന്നിലേക്ക് उस പകരണമെന്ന്. परमेश्वर का दास का पवित्र आत्मा मेरा ऊपर आना है। ഏലിയാവും എലീശയും കുറിച്ച് നമുക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. एलिया और एलीशा के बारे में हमको जानता അവർ है। പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ വെളിപ്പെടുവാനിടയായി തീർന്നു. लोग प्रार्थना करने के समय परमेश्वर का अद्भुत कार्य वहां प्रकट हो गया। ദൈവത്തിന്റെ തീ അവരുടെ ഇടയിൽ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു. परमेश्वर का आग वहां उतर कर आ गया। അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ऐसे एक परमेश्वर को हम सेवा करता ആ है। തീ എനിക്ക് വേണം. वो आग मुझे भी ആത്മാവിൽ ആരാധിക്കുമ്പോൾ हमें पवित्र आत्मा का भरपूरी के साथ हम आराधना ശരീരത്തിന്റെ करते എല്ലാ हैं। ശൂന്യതയും മാറിപ്പോകും. हमारा जीवन का सारे शून्य अवस्था को परमेश्वर दूर നിന്റെ करेंगे। ഭവനത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും. आपका परिवार का बंधनों को परमेश्वर നിന്റെ तोड़ेंगे। തലമുറ അനുഗ്രഹിക്കപ്പെടും. आपका पीढ़ियां आशीष हो जाएंगे। നിന്റെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കും. आपका बच्चे को परमेश्वर आशीष करूंगा। ആരാധനയ്ക്ക് സമയം കൊടുക്കണം. हमें आराधना के लिए समय देना है। ഞാൻ വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. आमेन, प्रेज़ द लॉर्ड। मैं दोबारा प्रभु का सन्निधि में आना। आमेन, वचन की ओर आना चाहता। परमेश्वर को स्तुति। സങ്കീർത്തനം 41 आमेन, भजन संगीता 41 അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. उसका तीसरा आयत पढ़े। आमेन। നോക്കിയേ, ദൈവം നമുക്ക് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. हमें परमेश्वर हमारे लिए करने वाले एक बहुत बड़ा कार्य है। നമ്മുടെ രോഗശയ്യയിൽ നമ്മളെ വിടുവിക്കുന്ന ദൈവം. हमें परमेश्वर हमें क्या करता है? व्याधि के मारे शैया पर पड़ेगा तभी यहोवा उसे संभालेगा। എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം നീ കിടക്കുകയാണെങ്കിലും आमेन। हम हमें खड़े हो नहीं सकता है वैसे हम हमें लेट रहे तो നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. वो परमेश्वर हमें उठाएंगे। പലരും രോഗസൗഖ്യത്തിനായി പലരും കാത്തിരുന്നവരുണ്ട്. हमें चंगाई के लिए अनेक लोग जोगता रहता है। അന്ന് ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. आमेन। उस समय अनेक लोगों को जीवन में परमेश्वर का कार्य प्रकट हो गया है। ഞാനൊരു സാക്ഷ്യം നിങ്ങളോട് പറയാം. एक गवाही आज मैं कहना चाहता हूँ। എന്റെ മൂക്കിൽ ദേശ വളർന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. मेरा नाक का अंदर एक हमें बीमारी आ गया था। ഞാനത് മലപ്പുറത്ത് കടന്നു പോകാൻ ഇടയായി തീർന്നു. उस समय मैं केरल में एक जगह में दिखाने के लिए चले गया ഈ था। മൂക്കിലെ ദേശ വളർന്നിട്ട് എനിക്ക് ശ്വാസം ലഭിക്കത്തില്ല. मेरे नाक का अंदर हमें जो परेशानी का वजह से सांस लेने के लिए मुझे बहुत दिक्कत आया था। രാത്രിയാവുമ്പോൾ കിടക്കുമ്പോൾ
കിടക്കുമ്പോൾ ചാടി എഴുന്നേൽക്കും. हमें रात का समय मुझे सांस बंद हो जाता है, इसलिए मैं तुरंत हमें मेरे बेड में से हमें उड़ कर आता था. ദിവസങ്ങൾ എനിക്ക് അതൊരു ഭാരമായി മാറി. बहुत दिन ये परेशानी मेरे जीवन में था. ഞാൻ ദൈവത്തോട് ചോദിച്ചു, मैं परमेश्वर से पूछा, ഞാൻ നിന്റെ ശുശ്രൂഷകനല്ലേ, मैं आपका सेवक है ना, എനിക്ക് എന്തുകൊണ്ട് വിടുതലില്ല? मुझे क्यों चंगाई नहीं करता? 3-4 മാസം അങ്ങ് കടന്നുപോയി. 4-5 महीने ऐसे चले എന്റെ गया. സ്നേഹിതനായ ഒരു ദൈവദാസൻ എന്റെ ഭവനത്തിൽ വന്നു. मेरा एक मित्र, एक प्रभु का दास मेरे भवन में आ गया. എന്റെ മകന്റെ ഓപ്പറേഷൻ ചെയ്ത് എന്റെ മൂക്കിന്റെ ദശ എടുത്തു കളഞ്ഞു, അവിടെ പോയാൽ നമുക്ക് മാറുന്നു. आमेन. उस प्रभु का दास ने कहा, मेरे बेटे को भी ऐसे परेशानी था, एक हॉस्पिटल में दिखाया, ऑपरेशन किया, वहां हम चले गए तो चंगाई मिलेंगे कर कर कहा. ഞാൻ അവിടെ ചെന്ന ഡോക്ടറെ കാണുവാനിടയായി തീർന്നു. मैं वहां जाकर उस डॉक्टर को मुझे दिखाया है. ഡോക്ടർ എന്നോട് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. डॉक्टर ने कहा ऑपरेशन करना है. ഞാൻ ഓപ്പറേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ऑपरेशन के लिए मैंने सब कुछ तैयारी എന്റെ किया है. ടെസ്റ്റിംഗ് ഒക്കെ കഴിച്ചു. मेरा सारे जांच किया है. അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു. हाँ, मैं नेक्स्ट हफ्ते आने के समय में कहूंगा कर कर बोला है. ഇന്നത്തെ ആഴ്ച ഞാൻ കടന്നുപോയി. हाँ, मैं नेक्स्ट हफ्ते में हॉस्पिटल में चला ഞാനും गया. ദൈവദാസനും മാത്രമാണ് അവിടെ ചെന്നത്. मैं और मेरा मित्र प्रभु का दास मिलकर वहां गया ഡോക്ടർ था. എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. हमें डॉक्टर ने कहा ऑपरेशन करना है. ഓപ്പറേഷന്റെ തീയതി ऑपरेशन का डेट भी फिक्स किया है. അവര് നിശ്ചയിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് हमें जैसे मैं घर में वापस आने का समय, ഞാൻ ആ കാറിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയുവാനിടയായി. उस कार में बैठकर मैं परमेश्वर से कहा, ദൈവമേ നീ എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യുന്നവനാണല്ലോ, हमें परमेश्वर आप सबको ऑपरेशन करने वाला ഈ परमेश्वर ഓപ്പറേഷൻ है ना? ചെയ്യാതെ തന്നെ ഇത് മാറ്റണമെന്ന് പറയുവാനിടയായി. बिना ऑपरेशन के साथ मुझे चंगाई चाहिए कर कर मैं प्रभु से कहा. അന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിൽ വന്ന് കിടന്നു ഉറങ്ങി. उस रात में मैं मेरे भवन में आकर सोने का समय, ഞാൻ ദൈവത്തോട് ചോദിച്ചതുപോലെ തന്നെ मैं जैसे प्रभु से मांगा वैसे, ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ मैं जैसे सुबह उड़ने का समय, എന്റെ മൂക്കിലെ ദശ കാണാനില്ല. हमें मेरा नाक का अंदर का जो बीमारी वहां से हमें चले गया है. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമല്ലേ? हमारा परमेश्वर अद्भुत कार्य करने वाला परमेश्वर है ना. സിജോയ്ക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. आमेन, हालेलुया. मुझे भी हमें ऑपरेशन चाहिए कर कर कहा. ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവം നീ ഓപ്പറേഷൻ ചെയ്യിക്കരുത്. हमें मैं परमेश्वर से कहा, हमें ऑपरेशन के लिए अनुमति नहीं देना. നാട്ടിലേക്ക് കടന്നു വരാൻ സമയം കൊടുക്കണം. हमें उसको हमें गांव में जाने के लिए समय देना है. ഞാനിത് ബാബുപാസ്റ്റോട് പറയുവാനിടയായി. हमारा जो एक पास्टर है, बाबू पास्टर से मैंने ये बात कहा. ബാബുപാസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. बाबू पास्टर मुझसे एक बात बताया. ഇതുപോലൊരു മൊഴി എനിക്ക് വന്നതാ. ऐसे एक आमेन आमेन बीमारी मेरे जीवन में भी आया था. എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതാ. और डॉक्टर मुझसे भी कहा था ऑपरेशन करना है कर. ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ആ ദാസന്റെ മൊഴയെ മാറ്റി കളഞ്ഞത്. बिना ऑपरेशन के साथ उस प्रभु का दास को परमेश्वर चंगाई നമ്മുടെ दिया. രോഗശൈലിയിൽ മറുപടി തരുന്ന ദൈവം. हमें हमारा बीमारी का मध्य में हमें चंगाई देने वाला हमारा ഇന്നും നമ്മുടെ परमेश्वर. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. आज भी हमारा परमेश्वर जीवित प्रभु है. നമ്മുടെ വിശ്വാസം കുറഞ്ഞതാണ് കാര്യം. हमारा विश्वास कम हो गया, यही है प्रॉब्लम. വിശ്വാസം ഉണ്ടെങ്കിൽ यदि विश्वास है तो ഈ മലയോട് നീങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ इस पहाड़ से हाथ से हटकर हमें जाने के लिए हम कह लिए ആ तो മല നീങ്ങിപ്പോവുമെന്ന ദൈവജനം പറയും. उस पहाड़ वहां से हटकर जाकर समुद्र में जाएंगे कर कर हमारा पवित्र विश्वास वचन उड़ा पोई. दिखाए. आमेन. हमारा विश्वास कहाँ गया? നമ്മൾ വെറുതെ ഒരു വിശ്വാസിയായിട്ട് ഇവിടെ വന്നിരുന്നത് കൊണ്ട് हम കാര്യം. केवल हमें एक विश्वासी कर कर हम बैठने में कुछ भी नहीं होगा. നമ്മുടെ ശരീരം ഒന്ന് ദൈവത്തിലേക്ക് വിടാൻ പലരും മടിക്കുന്നു. हमारा शरीर परमेश्वर का सन्निधि में समर्पण कर कर നമ്മുടെ देना. ജഡം ഒന്നും അല്ല. हमारा हमें जड़ कुछ भी नहीं. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. हमारा जड़ कोई काम का ഈ नहीं. ജഡം ദൈവത്തിന് കൊടുത്തേക്കണം. हमारा शरीर परमेश्वर को देना है. ദൈവവചനം പറയുന്ന ഒരു കാര്യമുണ്ട്. पवित्र वचन में ऐसे कह रहे, ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് परमेश्वर आपको चुनाया है. നിന്നെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ परमेश्वर आपको बुलाकर अलग किया ഈ है. ശരീരം നിന്റേതല്ല. आपका शरीर आपका ഇത് नहीं. ദൈവത്തിന്റെ ശരീരമാ. ओ हमारा शरीर परमेश्वर का मंदिर ഈ है. ശരീരം ദൈവത്തിന് കൊടുക്ക്. हमारा शरीर परमेश्वर को दे. നമ്മൾ പലപ്പോഴും ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. हमें हमेशा हम अपने शरीर को पकड़ कर रखा है. എനിക്ക് പറ്റത്തില്ല. मुझसे नहीं हो जाएंगे. എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ പലരും പറഞ്ഞു हमें ऑपरेशन हमें करना है कर कर अनेक लोग कहा, പാസ്റ്റേ पास्टर പലരും ഓപ്പറേഷൻ ചെയ്തു.
हमें अनेक लोग ऑपरेशन किया, ഇവ പലരും നടന്ന് ഞാൻ കണ്ടിട്ടില്ല. हमें अनेक लोग हमें चंगाई मैंने नहीं देखा, പലരും കാല് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇപ്പോഴും ഇരിക്കുന്നു. हमें मेरा पैर को ऑपरेशन चाहिए था, अनेक लोग को ऑपरेशन किया था, उन लोग सब ठीक नहीं हुआ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, मैं परमेश्वर से पूछा, ഞാൻ കിടക്കേ കിടന്നുകൊണ്ട് ഇങ്ങനെ ദൈവത്തോട് പറയും, मैं लेटने का समय परमेश्वर से ഞാനിങ്ങനെ बोला, കിടക്കാനുള്ളവനല്ല, हमें ऐसे लेटने के लिए मौका नहीं എന്റെ देना, വചനവുമായി പോകേണ്ടവനാ ഞാൻ. हमें आपका वचन लेकर मुझे अनेक जगहों में जाना എന്റെ है, പ്രാർത്ഥന മാത്രം പോരാ, हमें केवल प्रार्थना नहीं, എന്റെ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണം. हमें मेरा परमेश्वर के लिए मुझे कुछ करना है. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് തുള്ളുന്നുണ്ട്, ആരാധിക്കുന്നു. आज आप लोगों के सामने मैं खड़े होकर आराधना कर रहे, हमें वचन प्रचार कर रहे. ദൈവം എനിക്ക് തന്ന രണ്ട് മുട്ടിന്റെയും ചിരട്ട പോയി. हमें परमेश्वर ने मुझे दिया हुआ दोनों पैर का हमें जो घुटने का हमें खड्डी खराब हो गया. ലോകപരമായ ചിരട്ടയായിരിക്കും വെച്ചിരിക്കുന്നത്. आमेन. अभी हमें डॉक्टर ने दूसरे एक हमें घुटने में दूसरे एक हड्डी लगाई. എങ്കിലും ഞാൻ നിങ്ങൾ കണ്ടില്ലേ തുള്ളിച്ചാടുന്നത്. आमेन. उसके बावजूद भी मैं इधर खड़े होकर नाचते हुए आराधना कर ഇത് रहा. ദൈവത്തിന്റെ പ്രവൃത്തിയാ. ये परमेश्वर का काम है. നമ്മുടെ വിശ്വാസം വളർന്നു വരണം. हमें हमारा विश्वास में हम എന്റെ बढ़ने ദൈവം के लिए, രോഗസൗഖ്യം തരുമെന്ന്. हमें हमारा परमेश्वर बीमारियों में से चंगाई दूंगा कर कर. ചില രോഗങ്ങളൊന്നും ദൈവം സൗഖ്യമാക്കത്തില്ല. हमें कुछ बीमारियों को परमेश्वर चंगाई नहीं देता. എന്തുകൊണ്ടാണ് ദൈവം രോഗസൗഖ്യമാക്കാത്തത്? क्यों परमेश्वर चंगाई नहीं देता है? പൗലോസ് പറയുന്നത് പോലെ, प्रेरित पौलुस जैसे कह रहे, എന്റെ കൃപ हमें मेरा कृपा നിനക്ക് മതി. आमेन आपको काफी है. പലരെയും നമ്മൾ കൈവെക്കുമ്പോൾ അവർ സൗഖ്യമാവും. आमेन. अनेक लोगों को के लिए हम प्रार्थना करने का समय, हाथ रखने का समय उनको चंगाई मिलता है. ചെറിയ രോഗമൊന്നും നമ്മളെ വിട്ടു പോകത്തില്ല. हमें छोटा छोटा बीमारी हमें छोड़कर नहीं जाएंगे. അത് എന്തിനു വേണ്ടിയാ തന്നിരിക്കാന്ന് അറിയാവോ? वो क्या के लिए हमें दिया है कर कर मालूम है क्या? നമ്മൾ നിഗളിച്ചു പോകാതിരിപ്പാൻ. हमें हम प्रभु का सन्निधि में हमें दूर हमें नहीं जाने की. നമ്മുടെ ദൈവത്തിന് നമ്മെ കുറിച്ച് അറിയാം. हमें हमारा परमेश्वर को हमें अच्छी तरह से जानना. നമ്മൾ ആരാണെന്നും എങ്ങനെയുള്ളവനാണെന്നും ദൈവത്തിന് അറിയാം. हम कौन है कर कर, हम कैसा है कर कर हमारा परमेश्वर को अच्छी तरह से जानता है. ഇന്ന് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമെന്നും ദൈവത്തിന് അറിയാം. आज हम क्या करेंगे कर कर परमेश्वर को मालूम है. ദൈവം നല്ലവനാണ്. परमेश्वर अच्छा है. ഞാൻ ദൈവത്തോട് പറയും, मैं परमेश्वर से कहूंगा, ഈ രോഗമൊന്നും എനിക്ക് അത്ര വലുതല്ല. हाँ मैंने बीमारी हमें कुछ मुझे उतना बड़ा नहीं. പലപ്പോഴും ഭാരപ്പെടും. हमें कभी कभी हमारे मन में दुख आता है. ഞാൻ ശ്വാസം മുട്ടി വീട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് हमें सांस बंद होता है, मुझे हमें बेड से उतर कर बैठने के लिए भी दिक्कत आता था. ഞാൻ ആരാധനയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ, हमें मैं जैसे आराधना के लिए हम आकर खड़े हो ഞാൻ जाए, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ मैं परमेश्वर का वचन प्रचार करने का ഈ समय, ശ്വാസം മുട്ട് 3 മണിക്കൂർ എൻ്റെ നിന്ന് വിട്ടുപോകും. हमें इस 3 घंटे मेरा जीवन में कुछ भी परेशानी बीमारी नहीं ഞാൻ है. എത്ര തുള്ളിയാലും, मैं कितना नाचते हुए आराधना ഞാൻ किया तो, എത്ര പ്രസംഗിച്ചാലും मैं कितना प्रचार कर दिया तो ഈ भी, ശ്വാസം മുട്ട് എനിക്ക് വരാറില്ല. ഇപ്പോൾ हमें सांस लेने के लिए मुझे कुछ भी परेशानी नहीं ഈ आता है. സ്ഥലം വിട്ടങ്ങ് നീങ്ങുമ്പോൾ हमें यहाँ से हमें जाने का समय, എൻ്റെ ശരീരത്തിലേക്ക് അത് വ്യാപരിക്കും. हमें मेरे शरीर में वो बीमारी हमें थोड़ा थोड़ा शुरू हो അത് जाएंगे. ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുക. हमें वो परमेश्वर मुझे दिया है. നമ്മെ കുറിച്ച് നന്നായി ദൈവത്തിന് അറിയാം. हमें हमारे बारे में परमेश्वर अच्छी तरह से മൂന്നാമത്തെ जानता വാക്യം നമുക്കിത് വായിക്കാം. है. हमें उसका तीसरा आयत पढ़े, നാലാമത്തെ വാക്യം വായിക്കാം. चौथा आयत पढ़े. ആ. आमीन. आमीन. ഒന്നുകൂടി വായിച്ചോ. ആ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ उस वचन हम जैसे पढ़ेंगे था, നമ്മൾക്ക് എന്ത് തോന്നുന്നു? हमें क्या समझ में आ रहे? അവിടെ സംഗീതനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. वचन संगीता लिखने वाले एक बात वह हम बता रहे, നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. हमें मुझे चंगाई करना है कर कर हम प्रार्थना किया. എന്നിട്ട് രണ്ടാമത് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. हमें उसके बाद ऐसे कह रहे, ഞാൻ നിന്നോടല്ലോ പാപം ചെയ്തിരിക്കുന്നത്. क्योंकि मैंने तेरे विरुद्ध पाप किया है. അപ്പൊ എങ്ങനെ സൗഖ്യം ലഭിക്കും? फिर कैसे चंगाई मिलेंगे? പാപം നമ്മുടെ മേൽ ഇരിക്കുക. पाप हमारे जीवन में है, പാപത്തിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. पाप में हम चलता है, പാപത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. पाप में हम खड़े होता है, പാപത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. पाप से हम चलता है. എന്നിട്ട് നമ്മൾ ദൈവത്തോട് പറയും, फिर हम परमेश्वर से कहेंगे, ദൈവമേ എന്നെ സൗഖ്യമാക്കണം. हे परमेश्वर मुझे चंगाई करना है. പാപത്തിൽ വാഴുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കത്തില്ല. हमें जो व्यक्ति पाप में है उसको चंगाई नहीं मिलता है. സംഗീതനക്കാരൻ പറയുകയാണ്, भजन संगीत लिखने वाला ऐसे कह रहे, ഞാനൊരു പാപിയാണ് കർത്താവേ. हे परमेश्वर मैं एक पापी हूँ. ഞാൻ പാപം ചെയ്തു പോയി കർത്താവേ. हमें हे परमेश्वर मैंने पाप किया है. എന്റെ പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. हमें उसमें से मुझे एक
छुटकारा चाहिए। ആ പാപത്തിന്റെ വചനം അവന്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞപ്പോൾ आमेन उस पाप का जो आमें वो बात तो उसका मन में आने का समय है। ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ പകരുവാൻ തുടങ്ങി. आमें जैसे हमें कहने का समय पवित्र आत्मा उसका जीवन में परमेश्वर നമ്മൾ दिया। ഓരോരുത്തരും ദൈവത്തോട് പറയണം, हम सभी लोग परमेश्वर से कहना है, നമ്മൾ ആരും നീതിമാന്മാരല്ല, हम कोई भी धर्मी लोग नहीं। നീതിമാൻ ഒരുവൻ പോലും ഇല്ലെന്ന വേദനം പറയുന്നു. पवित्र वचन क्या कह रहे, कोई भी धर्मी लोग नहीं है। അങ്ങനെയാണെങ്കിൽ ऐसे है तो നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. हम परमेश्वर के सन्निधि में आकर परमेश्वर से विनती करना है। നമ്മളെല്ലാവരും വിശ്വാസികളാണെന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ നടക്കുന്നത്. हम सभी लोग विश्वासी है कर कर हमें बोलकर हम नहीं चलना। ദാവീദും വിശ്വാസിയായിരുന്നു, हमें दाऊद भी परमेश्वर प्रभु में विश्वास करने वाले അവൻ നല്ല व्यक्ति था। ഭക്തനായിരുന്നു. परमेश्वर अच्छा भक्त था। അവൻ ചെയ്യുന്ന തെറ്റുകൾ അവൻ ദൈവത്തോട് പറയുമായിരുന്നു. दाऊद का जीवन में जो गलतियां आता है वो सारे बात दाऊद परमेश्वर से कहता था, ദൈവമേ, ഞാനൊരു പാപിയാണ്, हे परमेश्वर मैं एक पापी हूँ, എന്റെ പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം തരണം. हे परमेश्वर मेरा पाप से मुझे मुक्ति देना है। റോമർക്ക് എഴുതിയ ലേഖനം रोमियों का किताब 8-ാം അധ്യായം उसका 8वीं आयत है, അതിന്റെ 1, 2, 3, 4 വാക്യം നമുക്കൊന്ന് വായിക്കാം. उसका पहला दूसरा तीसरा आयत पढ़े। रोमी 8वीं आयत उसका पहला दूसरा तीसरा आयत पढ़े। റോമർക്ക് എഴുതിയ ലേഖനം पढ़े, नीचे पढ़े। മലയാളത്തിലൊന്ന് വായിച്ചാട്ടെ. मलयालम में पढ़े। അതുകൊണ്ട് ഇന്ന് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്റെ പാപത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. Praise the Lord, hallelujah. എവിടെയാണ് നമ്മുടെ പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്? हमें हमारा पाप से हमें मुक्ति कैसे मिला है? ക്രിസ്തുയേശുവിൽ കൂടിയാണ് നമുക്ക് പാപത്തിന്റെ മോചനം ലഭിച്ചത്. यीशु मसीह के द्वारा हम सबको पाप से हमें मुक्ति मिलता है। അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, इसलिए दाऊद कह रहे, ദൈവമേ, ഞാൻ പാപം ചെയ്തു പോയി. इसलिए दाऊद कह रहे कि हे प्रभु मेरा जीवन में पाप आ गया है। നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ हम परमेश्वर से प्रार्थना करने का समय നമ്മൾ ദൈവത്തോട് പറയണം. हम परमेश्वर से कहना है, രാവിലെയാണെങ്കിലും आमेन। एक कितने बड़ा व्यक्ति है, വൈകിട്ടാണെങ്കിലും हमें सुबह तो भी भोर में हमें പ്രാർത്ഥനാ शाम സമയത്ത് में तो भी प्रार्थना करने का നമ്മൾ समय ദൈവത്തോട് പറയണം, हम परमेश्वर से कहना है, ഞാനൊരു പാപിയാണ്. हे परमेश्वर मैं एक पापी हूँ। നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കും, उस समय आप लोग मुझसे पूछेंगे, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, मैं उद्धार का मार्ग में आ गया ना, ഞാൻ സ്നാനപ്പെട്ടവനാണ്, मैंने बपतिस्मा लिया है ना, ഞാൻ ദൈവകൽപ്പന मैं അനുസരിക്കുന്നവനാണ്, परमेश्वर की आज्ञाओं को मानने वाले एक व्यक्ति है ना, നമ്മൾ ഭക്ഷിക്കുന്നവനാണ്. मैं प्रभु भोजन में शामिल होने वाला व्यक्ति है എന്റെ ना, മേൽ എവിടെയാ പാപമുള്ളത്? फिर मेरा ऊपर पाप कैसे आएंगे? നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്നവരാണ്. हम इस दुनिया में रहने का समय है, ഈ ലോകത്തിലെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. ये दुनिया का चिंता हमारे जीवन में आ सकता है। പലതിലും നമ്മൾ ആശ വയ്ക്കാം, हमें हर चीज में हर बात में हम मन रखता है, പലതും നമ്മൾ ആഗ്രഹിക്കാം. हमें अनेक बात हमारा मन में आएंगे। പക്ഷേ ഈ പാപത്തിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ इस पाप से हमें एक मुक्ति चाहिए मिलने के लिए। ദാവീദ് പറഞ്ഞതുപോലെ जैसे दाऊद ने कहा, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയണം, प्रार्थना करने का समय हम ऐसे कहना है, കർത്താവേ, എന്റെ പാപത്തെ ക്ഷമിക്കുക, हे प्रभु मेरा पाप से मुझे मुक्ति देना है प्रभु, എന്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ, मेरा सारे गलतियों से मुझे बचाना है प्रभु, എന്റെ അകത്യങ്ങളെ ക്ഷമിക്കണമേ. मेरा सारे गलतियों को क्षमा करना है ഞാൻ प्रभु। കഴിഞ്ഞ മാസം ഒരു സഭയിൽ കടന്നു ചെന്നു. पिछले हफ्ते मैंने एक कलीसिया में चले गया അവിടെ था, ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ वहां हम परमेश्वर का वचन प्रचार करने का समय है। ചില കാര്യങ്ങൾ ഞാൻ ദൈവവചനവുമായി അവരോട് സംസാരിക്കുവാൻ वचन से मैंने कुछ बात उन लोगों से कहा। തീത്തോസിന്റെ ലേഖനം എടുക്കേണ്ട, मैं तीतोस का जो किताब में വീട്ടിൽ ചെന്നിട്ട് വായിച്ചാ മതി. हम लोग नहीं निकालना, घर पे जाकर पढ़ना है। അതിൽ കുടുംബത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. परिवार के बारे में बहुत सारे बात वहां हम लिख कर रखा है। അവിടെ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. वहां खड़े होकर मैं उस वचन से प्रचार किया। നമ്മുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന വെക്കുകയാണെന്ന് വെച്ചു. हमारा परिवार में एक प्रार्थना अरेंज करने का समय നമ്മുടെ ഭയങ്കര
ആഗ്രഹത്തോടെയാണ് ആ പ്രാർത്ഥന വെക്കുന്നത്. बहुत इच्छा के साथ हम हमारा परिवार में एक प्रार्थना रखता है. ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി വെച്ച് ചിക്കനും മട്ടനും ഒക്കെ മേടിച്ചു. हमें पैसा है तो भी नहीं है तो भी हमें पैसा इकट्ठे कर कर हम सारे खाने के लिए सब कुछ तैयार करते हैं. വീട്ടിൽ കടന്നു വരുന്ന എല്ലാവർക്കും വിരുന്നൊരുക്കി വെക്കും. आमेन. घर में आने वाले सबके लिए हम खाना तैयार करता है. വിരുന്നെല്ലാം കഴിഞ്ഞുമ്പോൾ उसके बाद എല്ലാവർക്കും കൈ കൊടുക്കും. हमें सबको हम प्रेज द लॉर्ड देता है. അവരങ്ങ് കടന്നു പോയി കഴിയുമ്പോൾ उन लोग जाने के समय ഭാര്യയും ഭർത്താവും കൂടി വഴക്കൂടി. हमें पति और पत्नी आपस में लड़ाई करेंगे. പിന്നെ ആ പ്രാർത്ഥന വെച്ചോണ്ട് എന്താ കാര്യം? आमेन. वैसे प्रार्थना के लिए तो क्या फायदा मिलेंगे? എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ ആ പ്രാർത്ഥന വെച്ചത്? हमें कितना मेहनत करने के बाद हम एक प्रार्थना घर पर रखा है. എത്ര ദൈവമക്കളാ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് ആരാധിച്ചത്? कितना परमेश्वर के लोग हमारे घर पे आकर बैठकर आराधना किया. എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ആഹാരം വിളമ്പി കൊടുത്തത്? कितना खुशी के साथ हम उसको खाना खिलाया. ഇത് തിന്നു കഴിയുമ്പോൾ അവർ പോയി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. आमेन. उन सभी लोग जाने के बाद हम एक बात बता रहे हैं. ഇങ്ങനെ ഒരു പ്രാർത്ഥന വെക്കണ്ട. आमेन. ऐसे एक प्रार्थना आगे नहीं रखना है. हमें मुझे ऐसे हमें नहीं बना सकते हैं. വീട്ടിലെ അപ്പ തന്നെ കലക്കോയി. आमेन. उस समय से लेकर परिवार में हमें परेशानी शुरू हो നമ്മളൊരു गई. പ്രാർത്ഥന വെക്കുന്നത് എന്തിനു വേണ്ടിയാ? हम क्या के लिए प्रार्थना रखते हैं? നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടണം. हमारा परिवार और कलीसिया का आशीष के लिए, हमारा परिवार का आशीष के നമ്മുടെ लिए, തലമുറകൾ हमारा അനുഗ്രഹിക്കപ്പെടണം. पीढ़ियों का आशीष के लिए, നമ്മുടെ സഭയിലുള്ള എല്ലാ ദൈവമക്കളും हमारा അനുഗ്രഹിക്കപ്പെടണം. परिवार का सभी लोग आशीष पाने के ഈ लिए ആഗ്രഹത്തിലാണ് നമ്മൾ പ്രാർത്ഥന വെക്കേണ്ടത്. इस शिक्षा के साथ हम प्रार्थना रखना है. നീ ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? हम और परमेश्वर के साथ क्या रिलेशन है? എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ. कंगाल को जो सुधी लेता है वो व्यक्ति भाग्यवान कर वहां गया है. എന്താ വാക്കിന്റെ അർത്ഥം? उस पद का अर्थ क्या है? നിന്നേക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണണം. हमें हमसे ज्यादा दूसरों को ओ हमें श्रेष्ठ कर हम गिनना है. നമ്മളെല്ലാവരും താന്നു കൊടുക്കാൻ തയ്യാറാകും. हम नम्रता के साथ प्रभु का सन्निधि में आना. നിന്നേക്കാൾ മുന്തി നിൽക്കണമെന്നാ നമ്മൾ ആഗ്രഹിക്കുന്നത്. मेरे भाई मुझसे बढ़ना है कर सोचना അത് है. പണത്തിലായാലും हमें ये संपत्ति का विषय है तो भी, ഭവനത്തിലായാലും परिवार का विषय है तो भी, വിദ്യാഭ്യാസത്തിലായാലും पढ़ने का विषय है तो भी, ഇതിനോടാണ് നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. हम इसके लिए अधिक से अधिक उसको वैल्यू देना है. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും हमको सब कुछ है तो भी, എന്റെ കർത്താവ് ചെയ്തത് നിങ്ങൾക്ക് അറിയാമോ? हमारा परमेश्वर ने क्या किया आपको मालूम है? സമ്പന്നനായിരുന്ന എന്റെ ദൈവം, हमारा परमेश्वर संपन्न था. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച എന്റെ ദൈവം, इस धरती को बनाने वाला मेरा परमेश्वर ഒന്നുമല്ലാത്തവനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് हमें सब कुछ छोड़ते हुए कंगाल बनकर इस धरती में आते हुए, അവൻ ദരിദ്രനായി ഇരുന്നു കൊണ്ട് ओ कंगाल बनते हुए, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭാരപ്പെട്ട സമയമുണ്ട്. हमें एक समय का खाने के लिए भी दिक्कत आया था. 40 ദിവസം ഉപവസിച്ച ശേഷം हमें 40 दिन उपवास करने के बाद അവൻ മരുഭൂമിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്തു. निर्जन प्रदेश से परमेश्वर चल कर गया. തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. हमें खाने के लिए पीने के लिए कुछ भी नहीं. ശത്രു അവന്റെ അരികിലേക്ക് വന്നു. हमें सातान उसका पास में आ നീ गया. കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞാൽ അപ്പമാകുമല്ലോ. हमें सातान ने परमेश्वर से कहा यदि तुम के लिए तो इस पत्थर को रोटी बना सकता है. സാത്താനോട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. सातान से परमेश्वर यीशु मसीह ने നീ कहा പോയിക്കോ. हमें तुम चले जा. ഈ കല്ല് മാത്രമല്ല, हमें केवल ये पत्थर नहीं, ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയവനാ ഞാൻ. हमें इस धरती को बनाने वाले प्रभु में हूँ. നിനക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. हमें आपको मेरे बारे में अच्छी तरह से जानता है. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. यीशु मसीह ने एक बात बताया, അല്ലെങ്കിൽ അപ്പം കൊണ്ട് മാത്രമല്ല, मनुष्य केवल रोटी से नहीं, വചനം കൊണ്ടും ഞാൻ ജീവിക്കും. मनुष्य पुत्र का मुंह से निकलने वाला वचन से भी जीता है. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. आज दिन में मैं आपसे एक बात बताना चाहता हूँ. ഒരു ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. पवित्र आत्मा का काम आपका भीतर प्रकट होना है. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ पहले मैं आपसे जैसे कहा वैसे കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ पारिवारिक फैमिली पर रखने का समय നമ്മളെല്ലാം ഒരുമയപ്പെടട്ടെ. हम सभी लोग हमें हृदय से ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ हम इकट्ठे होकर एक मन से हम प्रार्थना करने का समय ഭവനത്തിൽ ഒരു ചലനമുണ്ടാകും. उस परिवार का भीतर पवित्र आत्मा का हमें कार्य शुरू हो जाएंगे. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ जैसे हम आराधना के लिए आने का समय നമ്മൾക്ക് ചലിക്കുന്നവരായി മാറണം. हम आराधना करने वाले व्यक्ति लोग അതുകൊണ്ടാണ് बने. പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്. इसलिए गाना लिखने वाला ऐसे ചലിക്കുന്ന എല്ലാ പ്രാണികളും हमें जो चलने वाला सारे प्राणी അത് ചലനമുണ്ടാക്കിക്കൊണ്ടിരിക്കും. हमें वो चलते रहेंगे. നമുക്കിപ്പോ ചലനമുണ്ടോ? हमें ऐसे चलते हैं
बैठे तो നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ हम यहाँ बैठने का समय ഒരു മരക്കഷ്ണം പോലെ ആയിത്തീരും. हम एक लकड़ी के समान हो जाएंगे. മരക്കഷ്ണമായി തീരാനല്ല ദൈവം വിളിച്ചത്. एक लकड़ी का समान होने के लिए നമ്മളെല്ലാം परमेश्वर आपको नहीं बुलाया. ചലിക്കുന്നവരായി മാറണം. चलने वाले व्यक्ति लोग बनने के നമ്മൾ लिए ആരാധിക്കുന്നവരായി परमेश्वर हमें മാറണം. बुलाया. हम सभी लोग आराधना करना है. പ്രത്യാശയുള്ളവരായി മാറണം. ओ हमें एक प्रत्याशा होना चाहिए. ഒരു ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടും. पवित्र आत्मा का काम हमारा जीवन में ഒരു प्रकट വാക്യം है. നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. एक वचन में पढ़ना चाहता 2 हूँ. കൊരിന്ത്യർ 7:1 പറയുന്നുണ്ട്. दूसरा कुरिन्थियों का किताब 2 अध्याय उसका 7वीं आयत में ऐसे हम पढ़ सकता है. ബഹുമാനപ്പെട്ട സമയം പോകുന്നു. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, दूसरा कुरिन्थी 7 എന്ത് വാഗ്ദത്തമാണ് നമ്മുടെ മേലുള്ളത്? हमें क्या प्रतिज्ञा मिला गए? പ്രിയമുള്ളവരെ, हे प्रियो, ഈ വാഗ്ദത്തങ്ങൾ जबकि ये प्रतिज्ञाएं നമുക്കുള്ളത് കൊണ്ട് हमें मिली है, നാം ജഡത്തിലെയും हमें हम क्या करना है? ആത്മാവിലെയും शरीर और आत्मा की സകല കന്മഷവും നീക്കി सब मलिनता से शुद्ध करे നമ്മെ തന്നെ വെടിപ്പാക്കുക. और परमेश्वर का भय रखते हुए पवित्र को सिद्ध करे. ഇന്ന് ദൈവത്തിന്റെ വചനം എന്താ നമ്മോട് പറയുന്നത്? आज परमेश्वर का वचन हमसे क्या कह रहे? നമ്മെ തന്നെ വെടിപ്പാക്കുക. हम अपने आप पवित्र बने. നമ്മളെ വെടിപ്പാക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളത്? हमें हम अपने आप पवित्र बने तो हमारे जीवन में क्या हो जाएंगे? നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ കൊണ്ട് വെക്കാറുണ്ട്. हम बर्तन धोने के लिए रखता है. നമ്മൾ കഴുകി അതെല്ലാം തുടച്ച് മാറ്റി വെക്കാറുണ്ട്. आमेन धोकर आमेन आमेन हम अलग कर रखता है. വീണ്ടും നമ്മൾ ആ പാത്രം എടുക്കാറുണ്ട്. आमेन दोबारा हम उस बर्तन लेता है. ആ പാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? उस बर्तन लिए तो हम क्या करता है? നമ്മൾ ഒന്നുകൂടി അത് കഴുകും. आमेन दोबारा हम धोता है. നമ്മൾ അതുപോലെ വെടിപ്പാക്കിയിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കത്തുള്ളൂ. वैसे हम उस बर्तन धोकर शुद्ध कर हम खाना खाता है. ഇതുപോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിക്കും. वैसे हमारे शरीर को हम पवित्र रखना നമ്മൾ है. വീട് അടിച്ചു വാരിയൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. हमें हमारा परिवार हम घर हम क्या करते हैं? साफ सफाई करते हैं. എവിടെയെങ്കിലും ഒരു അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ हमें कई जगह में हम कुछ हमें गंदगी हम देखे तो വീണ്ടും നമ്മൾ തുണി എടുത്തുകൊണ്ട് അത് തുടയ്ക്കും. हमें दोबारा जाकर पोछा करता है. അവിടെ നമ്മൾ വെടിപ്പാക്കും. उस जगह हम शुद्ध करता है. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്? हमें हम क्यों ऐसा करता ആ है? അഴുക്ക് അവിടെ ഉണ്ടാകരുത്. ओ गंदगी वहां नहीं दिखना चाहिए. ഇതുപോലെ നമ്മുടെ ശരീരത്തെ वैसे हमारा शरीर को ഓരോ ദിവസവും हर एक दिन നമ്മൾ വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. हम पवित्र करना എന്നിട്ട് है. പറയുന്ന ഒരു കാര്യമുണ്ട്. उसके बाद हम करना है. ദൈവഭയത്തിൽ हमें परमेश्वर का भय में നിങ്ങളുടെ അല്ലെങ്കിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. हमें हमारा पवित्रता को सिद्ध करे. വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ पवित्रता को सिद्ध करने के लिए നമ്മൾ ചിലതെല്ലാം ചെയ്തെങ്കിലേ വിശുദ്ധിയെ തികയ്ക്കാൻ പറ്റും. हम कुछ काम किए तो पवित्रता को हम सिद्ध करेंगे. ചിലതൊക്കെ നമ്മൾ മാറ്റേണ്ടത് മാറ്റണം. कुछ बात हमारे जीवन से हटाना है. ये बात को हम क्या करना है? हटाना है. നമ്മൾ കഴുകേണ്ടതിനെ കഴുകണം. हम धोने वाला जो बात को हम धोना है. ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കണം. हमें जो चीज को हम शुद्ध करना है उसको हम शुद्ध करना है. എങ്കിൽ മാത്രമേ വിശുദ്ധിയെ തികയ്ക്കാൻ കഴിയൂ. तभी तो हमें पवित्रता को सिद्ध कर सकता है. അതുകൊണ്ടാണ് ആത്മാവ് നമ്മോട് പറഞ്ഞത്. इसलिए पवित्र आत्मा हमसे बात कर रहे ഈ हैं. ദൈവാത്മാവ് നമ്മളിലേക്ക് പകരും. इस पवित्र आत्मा हमारा ऊपर നമ്മുടെ आएंगे. ശരീരത്തിന്റെ എല്ലാ അഴുക്കളെയും ദൈവം हमारा शरीर का सारे मलिनता को दूर करूंगा. പകൽക്കാലം നമ്മളൊന്ന് ചിന്തിക്കണം. आज दिन में अपने आप हम जरा सा सोचो. ശുദ്ധീകരിക്കാനിടയായി अपने आप हम पवित्रता शुद्ध करें. അടുത്ത ആഴ്ച ഞാൻ ബാക്കിയുള്ളത് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. हाँ मैं नेक्स्ट हफ्ते बाकी में आपसे बात എനിക്ക് करूंगा. തന്ന സമയം കഴിഞ്ഞു. ദൈവത്തിന് हमें मुझे दिया हुआ समय हमें खत्म हो गया है. എങ്കിലും ദൈവാത്മാവിനോട് ഇടപെട്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. हमें जो वो भी तो भी पवित्र आत्मा मुझसे बात किया वो बात मैं आपसे कहा. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ. हम ऐसे हमें आगे चले गए तो नहीं हो जाएंगे. നമ്മെ തന്നെ ഒന്ന് വെടിപ്പാക്കാൻ, अपने आप पवित्र നമ്മെ തന്നെ करना ഒന്ന് है. വിശുദ്ധീകരിക്കുക, अपने आप पवित्र करना നമ്മളെ है. തന്നെ ഒന്ന് കഴുകുക, अपने आप धोना है. നമ്മളെ ഒന്നുകൂടി വെടിപ്പാക്കുക. अपने आप पवित्र करना ദൈവം है. ഇന്ന് പകൽക്കാലം നമ്മൾ സംസാരിക്കുക. परमेश्वर आज दिन में हमसे बात कर നമ്മൾ रहे हैं. ഒരുക്കേണ്ടവർ ഒരുക്കട്ടെ. हम अपने आप तैयारी